ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മലൈക്കോട് വാൽവിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, അതാണ് നമ്മുടെ റിവ്യൂ. അതിന്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. ഷോർട്ട് ടൈം 6:30 കോഴിക്കോട് RP മാളില് ആശീർവാദ് സിനിമാസിൽ, നമ്മുടെ ലാലേട്ടന്റെ തിയേറ്റർ ആശീർവാദ് സിനിമാസിലാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഷോ. 6:30 ഫസ്റ്റ് ടൈം. നമുക്ക് ആദ്യം നമ്മുടെ തിയേറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എല്ലാവർക്കും കാണാത്തവർക്ക്. ഞാൻ ആദ്യമായിട്ട് ആശീർവാദ തിയേറ്ററിൽ പോകുന്നത്. നമുക്കവിടെ 3 ലേഔട്ട് സീറ്റാണുള്ളത്. അതിലൊന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് നമുക്ക് ഗോൾഡ്, പ്ലാറ്റിനം, റിക്ലൈനർ. ഗോൾഡിന് 180 റുപ്പീസും പ്ലാറ്റിനത്തിന് 220, റിക്ലൈനറിന് 330 തോന്നുന്നു. അതൊരു 10 സീറ്റേ ഉള്ളൂ. അത് വേണ്ടവർക്ക് എടുക്കാം. പക്ഷെ നല്ല സീറ്റ്, കിടന്ന് കാണാം നമുക്ക് സുഖമായിട്ട്. ഓവറോൾ തിയേറ്റർ ഒക്കെ നന്നായിരുന്നു നമുക്ക്. അപ്പൊ നിങ്ങള് ഞാൻ ആ തിയേറ്ററിന്റെ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു 30 സെക്കൻഡിന്റെ. അപ്പൊ നിങ്ങൾ അത് കണ്ടു വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിനിമയുടെ കാര്യം പറയാം. ഓക്കെ, രാവിലെ നല്ല തണുപ്പായതുകൊണ്ടും എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ രാവിലെ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ് വന്നത്. നമ്മളിപ്പോൾ ഇന്ന് കോഴിക്കോട് ആശീർവാദ് തിയേറ്ററിലാണ്. ടോയ്ലറ്റ് റിവ്യൂ ആണ്. ടോയ്ലറ്റ് റിവ്യൂ കുഴപ്പമില്ല, പൈപ്പിൽ വെള്ളം വരുന്നുണ്ടോ? വരുന്നുണ്ട്. മധുരരാജ. പക്ഷെ ഇവിടെ എല്ലാ പടത്തിനും ഉണ്ട്. കഴിഞ്ഞ പോയ പടത്തിൻ്റെയും ഇറങ്ങാൻ പോകുന്ന പടത്തിൻ്റെ എല്ലാത്തിനും ഉണ്ട്. പക്ഷേ ഇവിടെ ഇന്നത്തെ പടം നമ്മൾ ആലിഫിൻ്റെ പോസ്റ്റർ മാത്രം ഇവിടെ കാണാനില്ല. ഇതിൽ വെക്കാൻ മറന്നായിരിക്കും. കയറി വരുമ്പോൾ തന്നെ ഈ ചെറിയൊരു ലോഞ്ച്, ഇവിടെ ചെറിയ ഇരിക്കാനുള്ള സ്ഥലം, നല്ല സ്പേസ് ഉണ്ട്. ഞാൻ ആദ്യം ഈ തിയേറ്ററിലേക്ക് വരുന്നത്. പിന്നെ ലാലേട്ടൻ്റെ പടമായതുകൊണ്ടും ലാലേട്ടൻ്റെ ആശീർവാദം തന്നെ കാണാൻ വെച്ചാണ് നമ്മൾ ഇന്ന് വന്നത് ഗൈസ്. ആൻഡ് OD1 ആണ് നമ്മുടെ ഇത്. സ്ക്രീൻ നമ്പർ 1. ലെറ്റ്സ് ഗോ ഗൈസ്. നിങ്ങൾ അത് കണ്ടല്ലോ. നമുക്ക് സിനിമേൻ്റെ കാര്യത്തിലേക്ക് വരാം. സിനിമേൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോ എന്ത് പറയണമെന്ന് ഇപ്പൊ ചോദിച്ചാൽ നമുക്ക് കണ്ടവർക്ക് തന്നെ അറിയില്ല എന്താ പറയണ്ടതെന്ന്. നമ്മളൊരു LJP സ്റ്റൈലാണ് ഉദ്ദേശിച്ചത്. അത് നമുക്ക് അതായത് സ്റ്റിൽ ഫ്രെയിംസ് ആണ് യൂസ് ചെയ്തത്. കുറെ സ്റ്റിൽ ഫ്രെയിംസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഫ്രെയിംസ് ഒക്കെ വളരെ അടിപൊളിയായിരുന്നു. പക്ഷെ അതിലിപ്പം കവി ഉദ്ദേശിച്ചത് എന്താണിപ്പം കവിക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോ എല്ലാവർക്കും അറിയില്ല. ഇപ്പൊ ആ തിയേറ്ററിൽ അവര് കാര്യമായിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ, പല സീനുകളും തിയേറ്ററിൽ അതൊരു വലിയൊരു കോമഡിയായി മാറി. ഭയങ്കര ചിരി ആർപ്പ് വിളിക്കായിരുന്നു. നമ്മളിപ്പോൾ ഓരോരുത്തർ കഷ്ടപ്പെട്ട് 6:30 നമ്മൾ ടൗണിലെത്തണം. അവിടെ കോഴിക്കോട് എത്തണം. കോഴിക്കോട് ഞാൻ എനിക്ക് ഇവിടെ ഒരു 3/4 മണിക്കൂറുണ്ട്. ഞാൻ 5:45 ഇറങ്ങി രാവിലെ. വീട്ടുകാർ ചോദിച്ചു പ്രാന്താണോ എന്ന്. എന്നിട്ട് നമ്മൾ പോയി കണ്ടു. പക്ഷെ പൈസ നഷ്ടം വരുമ്പോൾ ഏതൊരു എന്താ പറയാ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുമ്പോഴും ആരായാലും പറഞ്ഞു നമുക്ക് ആ പൈസക്ക് വർത്തില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു. അത് റിവ്യൂയിലൂടെ ആയാലും വേറെ ഏതിലൂടെ ആയാലും അതൊക്കെ തന്നെ ഞാനും ചെയ്തെന്നില്ല. പടത്തിന്റെ കാര്യം, ലാലേട്ടന്റെ പാട്ട്, ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആക്ഷൻ സീക്വൻസ് നല്ലായിരുന്നു. പിന്നെ പടം ഇപ്പോഴും ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. ഭയങ്കര സ്ലോ പേസിലാണ് പോകുന്നത്. അത് നമുക്കൊരു എല്ലാവർക്കും ദഹിക്കണമെന്നില്ല. നമ്മളെ മറ്റേ ഇതിന് മുമ്പ് നമ്മളെ മമ്മൂട്ടിന്റെ പടം പോലെ ഇതും ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. മമ്മൂട്ടി LJP പടമല്ലേ അതേപോലെ സ്ലോ. അപ്പൊ അതന്നെ പടം ഒരു സ്ലോ പേസിലാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ പടത്തിനെ കുറിച്ച് നമുക്കിപ്പം അധികം അഭിപ്രായമായിട്ടൊന്നും പറയാനില്ല. ഇപ്പൊ എന്റെ ഈ റിവ്യൂ നിങ്ങളിപ്പോ കണ്ടു വെച്ചത് ഇതല്ലാതെ ചിലപ്പോ ഞാൻ എന്റെ ഒരു അഭിപ്രായമാണല്ലോ പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വേണേ ഒരു 3-4 വ്ളോഗിൽ വേറെയും നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതേ ചാനലില്, എന്റെ ചാനലിലെ സെയിം ചാനലിലെ ഷോർട്സ് നോക്കിയാൽ ലൈവ് സാധനം ഞാൻ അവിടെ പോയപ്പോ
തിയേറ്റർ കഴിഞ്ഞ് ഇറങ്ങി വരുന്നതിന്റെ അഭിപ്രായം ഉണ്ടാവുമല്ലോ. അത് കുറെ പേരുണ്ടല്ലോ, ഞാൻ മാത്രമല്ല. അതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ മിസ്റ്റേക്ക് ഉണ്ടാവോ എന്ന് വിചാരിച്ചു ഞാൻ അവിടെ നിന്ന് അപ്പൊ തന്നെ അവരോട് ചോദിച്ചു അഭിപ്രായം. അത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് ഇതിട്ടുണ്ട്, ഈ ചാനലിൽ തന്നെ ഇട്ടുണ്ട്. അപ്പൊ അവരുടെ അഭിപ്രായം ഓക്കെ എന്നുള്ളൂ, അല്ലാണ്ട് വലിയ പടം അടിപൊളി പടം എന്നൊന്നും ആർക്കും പറയാനില്ല. പിന്നെ ഫാൻസ് പറയുന്നത്, ഞാൻ ഒരു ലാലേട്ടൻ ഫാനാ എന്ന് വെച്ച് ഞാൻ നല്ല അല്ലെങ്കിൽ മോശമാണെങ്കിൽ അതിനെ പിടിച്ച് നല്ലതാക്കി പറയാ ആ പരിപാടി ഞാൻ ചെയ്യില്ല. അതിപ്പോ ഏത് പടമായാലും കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഇതിന് മുന്നത്തെ റിവ്യൂ ബാന്ദ്ര ആയാലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ദിലീപിന് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് ഞാൻ മോശമാണെങ്കിൽ മോശം തന്നെ പറയണം, അതിപ്പോ ആരായാലും ഫാനായാലും. അതാണ് നമ്മളെ ഒരു പോളിസി. അപ്പോ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മള് ഇറങ്ങി കുറച്ച് ഏജിലെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ആ അങ്കിളിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. അങ്കിള് സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ആ ഇത് നോക്കിയാൽ ഷോർട്സിൽ നോക്കിയാൽ കാണാം, ലാസ്റ്റിലേക്ക് കാണാം. എന്താ അവർക്ക് ഇഷ്ടപ്പെടും. അതായത് ഏജ് കാറ്റഗറി മാറിയതുകൊണ്ടാണോ എനിക്കറിയില്ല, ബാക്കി യൂത്ത് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഒരു 20 to 30 ഏജിലുള്ള അവരാർക്കും പടം ഇഷ്ടപ്പെട്ടില്ല. അതിന് മുകളിലേക്കുള്ള ഒരു അങ്കിളായിരുന്നു വന്ന് പറഞ്ഞത് ഇഷ്ടമായിരുന്നു പടം. അത്രേ ഉള്ളൂ, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ഞാനൊരു ഇതിപ്പോ ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് രാവിലെ പോകുന്നു, ഒരു അടിപൊളി പടം കാണുന്നു, നല്ലൊരു അടിപൊളി റിവ്യൂ പറയാ, ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് രാവിലെ. ഇതായിരുന്നു നമ്മളിന്ന് ഫസ്റ്റ് ഷോന് പോയത് തന്നെ. പക്ഷെ എന്താ പറയാ, വിധി അല്ല, എന്താ പറയാനാ, വീട്ടുകാർ അപ്പോഴേ പറഞ്ഞതാ പോണ്ടാന്ന്. ഞാനത് കേൾക്കാണ്ട് പോയി. നഷ്ടമുണ്ട്, എന്റെ ഭാഗത്തും തെറ്റുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും പോയി തിയേറ്റർ, ഞാൻ ആ തിയേറ്റർ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെന്തായാലും അടിപൊളി തിയേറ്റർ ആയിരുന്നു. ബാക്കി സോങ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പിന്നെ എന്താ, സോങ് ആകെ ഒരു 2-3 എണ്ണേ ഉള്ളൂ. അതൊക്കെ ഒരു ഓൾഡ് ടച്ചിൽ വരുന്നൊരു സോങ്സ് ആണെല്ലാം. പടം അങ്ങനെ തന്നെയാണ് ടോട്ടലി. പിന്നെ സ്ക്രീനും ഫ്രെയിമും ഒക്കെ ഭയങ്കരം, അതൊരു രക്ഷയില്ല. നമ്മളെ ആ സ്ഥലം ജയ്സൽമീർ, അതൊക്കെ ഞാൻ ഈ മുന്നേ ജയ്സൽമീർ നമ്മൾ വേറെ വീഡിയോയിൽ കാണുന്നുണ്ടോ, അതേ കണ്ട സ്ഥലങ്ങൾ അത് നന്നായിട്ട് അവര് നല്ല രീതിയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് ക്യാമറയില്. ഓവറോൾ ഓക്കെ പടം, നിങ്ങൾക്ക് ഓക്കെ പടം അത്രേ ഉള്ളൂ. നിങ്ങൾ എന്താ പറയാ, ഇതുവരെ നമ്മളിപ്പോ ഒരു ഏത് പടം കണ്ടാലും ആ പടത്തിന്റെ ഒരു രീതി നമ്മൾ ഇതുവരെ കണ്ട ഒരു പടം അല്ല. അതിപ്പോ വിഷ്വൽ ആയാലും ഓഡിയോ ആയാലും ഒന്നുമല്ല. ഓഡിയോ പ്രത്യേകിച്ച് ഓഡിയോ നമ്മള് ഒരു ഓഡിയോ എല്ലാം ഒരു കുറഞ്ഞ സൗണ്ട്, വലിയ BGM അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല ഇതില്. ഒരു ചെറിയൊരു വോയിസിൽ, ചെറിയ മൈൽഡ് വോയിസിൽ ഇങ്ങനെ എല്ലാം പാസ് ചെയ്ത് പോകും. അതന്നെ ഫ്രെയിം ആയാലും അതിനുള്ള സംഭാഷണങ്ങൾ. പിന്നെ ഹരീഷ് പേരടി അടിപൊളിയായിരുന്നു. കണ്ടിന്യൂസ് ഇൻട്രോ ഹരീഷ് പേരടിന്റെ ക്യാരക്ടറിലായിരുന്നു. അറ്റ് ദ എൻഡ് വരെ ഹീസ് ഓൺ മൂപ്പരുണ്ട് ഫുള്ള്. അത് അടിപൊളിയായിരുന്നു, മൂപ്പര് അടിപൊളിയായിരുന്നു. പിന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്ന വില്ലന്റെ പേര് ഞാൻ പറഞ്ഞു, ഞാൻ നോക്കണം വിചാരിച്ചിരുന്നു. അയാളും കൊള്ളായിരുന്നു. അത് അയാളും ഉണ്ട്, ഒരു റിവെഞ്ച് മോഡാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അത് നന്നായിരുന്നു. അയാളുടെ ഒരു ചീന് അത് നന്നായിരുന്നു. നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ചിരി എന്താണ്. പിന്നെ നായികക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല. പിന്നെ മറ്റേ എന്തെങ്കിലും കഥാനന്ദി എന്ന് പറഞ്ഞൊരു നായിക ഉണ്ട്. അത് കഥാനന്ദിയും ചിന്നപ്പയ്യനും തമ്മിലാണ് ഇതിൽ റൊമാൻസിൽ. അത് നന്നായിരുന്നു, അത് അടിപൊളിയായിരുന്നു. അവരുടെ ആ ഒരു കെമിസ്ട്രിയും നല്ല രീതിയിൽ വർക്കായിരുന്നു സിനിമയില്. അങ്ങനെ ഓവറോൾ ഇപ്പോ നമ്മൾ കാണുന്ന രീതിയിലൊരു പടമല്ല. നിങ്ങളത് പോയി കണ്ടു നോക്കുക എന്താ അവസ്ഥ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു കമന്റ് ഗൈസ്. ഇപ്പോ ഞാൻ ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നോടൊന്ന് കമന്റിൽ പറഞ്ഞാൽ മതി. നമുക്ക് തെറ്റാർക്കും പറ്റാലോ. അപ്പൊ നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ബിലോ. ആൻഡ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. ഈ ചാനലിൽ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എന്നോട് ഗൂഗിൾ ചേച്ചി പറയാൻ തുടങ്ങി. സോ പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഞാൻ മാക്സിമം നേരത്തെ എത്തി വന്ന് റിവ്യൂ ഇടണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ വീട്ടിലെ കുറെ പണികളുണ്ട്, നമ്മൾ തിരക്കായിപ്പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും മറക്കല്ലേ ഗൈസ്. ബൈ ബൈ.